പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു. പദവിക്കകത്തിരുന്ന് ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ? അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. പ്രതിപക്ഷ മേധാവിന്റെ ശരീരഭാഷയും വെല്ലുവിളികളുമല്ല വേണ്ടത്, മുഖ്യമന്ത്രിയാകണം. ഇബിനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെ പ്രയർ പെർമിഷൻ ഉണ്ടോ? കാരണം എഗ്രിമെന്റിലേക്ക് ഒപ്പിട്ടു എന്നവർ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ഈ വ്യവസ്ഥകൾ എന്തെല്ലാം കൊണ്ടുവരും. അല്ലാതെ ഓഹരി കൈമാറ്റത്തെ കുറിച്ച് തർക്കമില്ല, അത് നിയമപരമായിട്ട് കരാറിനകത്തുണ്ട്. ആ കരാർ ഏർപ്പെടുമ്പോൾ പ്രയർ പെർമിഷൻ എന്തിനാ ക്ലോസ് വെച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അപ്പൊ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം വസ്തുതയെ നേരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പൂർണ്ണമായും പ്രസക്തമല്ലാത്ത ഏതെങ്കിലും കാര്യം ഉന്നയിക്കുക, താർക്കിക ബുദ്ധി വളരെ ശക്തമായി പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. പ്രതിപക്ഷ മേധാവാകുമ്പോൾ കൊണ്ടതൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അന്ന് പറഞ്ഞൊന്നും വസ്തുതയ്ക്ക് നിൽക്കാത്തതാണ്, ഇപ്പൊ അതൊന്നും ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എന്ന് അവരുടെ മന്ത്രിമാർ ഒറ്റയ്ക്ക് ഒന്നിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആകണ്ടേ? അപ്പോൾ ഡയറക്ടർ മാറിയല്ലോ നല്ല പ്രശ്നം, അത് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗവൺമെന്റ് മാറി, അല്ലാണ്ട് ഡയറക്ടർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ? അത് പ്രായോഗികമായ ചില കാര്യങ്ങൾ മാത്രം. രണ്ട്, അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. IT എന്തിനാ പിണറായി കയ്യിൽ വെച്ചത്? ഇതല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെന്റ് 2006-11 അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം, അന്നത്തെ IT മന്ത്രി ആരാ? കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാലോ, നമ്മുടെ VS അല്ലേ IT മന്ത്രി VS അല്ലേ? ഇനി ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല, കേരളത്തിൽ ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. 96-2098 മറ്റാണ് ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നായനാർ തന്നെ ആയിരുന്നു ആ ചുമതല വഹിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല പറയുന്നത്, ആദ്യത്തെ ഗവൺമെന്റിന്റെ. പക്ഷെ 2006 ഗവൺമെന്റ് 11 ഗവൺമെന്റ് എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് പിണറായി വിജയൻ എന്താ പ്രത്യേകമായിട്ട്? ഇപ്പോൾ നേരത്തെ വ്യവസായ വകുപ്പിന്റെ കയ്യിലിരുന്നൊരു വകുപ്പ് നേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിണറായി എടുത്തിട്ട് ആ വകുപ്പ് കൈവച്ചു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? വിവരങ്ങൾ നോക്കണ്ടേ? താൻ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ MLA അല്ലെങ്കിൽ അവർ പോലും ഉത്തരവാദിത്വം ഉണ്ടാവും, ജനപ്രതിനിധികളല്ലേ. മുഖ്യമന്ത്രി പറയുമ്പോൾ ഓരോ വാക്കും ഉറപ്പിക്കണ്ടേ? അപ്പൊ പിണറായി വിജയൻ ആദ്യമായിട്ടാണ്, LDF ഗവൺമെന്റ് കാഴ്ചപ്പാട് അതായിരുന്നു, അത് തുടർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു പിണറായിക്ക് എന്താ ഇത്രയും വകുപ്പ് ഉണ്ടായല്ലോ. വകുപ്പുകളുടെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ ഭരണ നിർവഹണ റൂൾസ് ഓഫ് ബിസിനസ് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് 3 സ്വയംഭരണ സംവിധാനമായ വകുപ്പുകളുണ്ട്. 1 ഫിനാൻസ്, 2 നിയമം, 3 പൊതുഭരണം. ഫിനാൻസിലേക്ക് ഇപ്പോൾ നിയമവകുപ്പ് നേരെ PSC നിയമനാണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഇൻഡസ്ട്രി അങ്ങനെയല്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയല്ല, എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, പവർ അങ്ങനെയല്ല, ലേബർ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെയാണ് വയ്ക്കുന്നത്. നിയമവകുപ്പ് നേരെയാണ്, ധനവകുപ്പിലേക്ക് നേരെ എടുക്കുന്നുണ്ട്. പിന്നെ ഏത് വകുപ്പിൽ ആരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റ് വകുപ്പുകളെ സംബന്ധിച്ച് ഒറ്റ വകുപ്പുള്ളൂ, അത് പൊതുഭരണമാണ്. സാധാരണ മുഖ്യമന്ത്രിമാർ കയ്യിൽ വയ്ക്കും, കാരണം എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ വകുപ്പാണ്. പക്ഷെ ധനകാര്യത്തിൽ ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും സാമ്പത്തികമായി ബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പാണ് ധനവകുപ്പ്. 2 കരാറുകൾ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച്, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള അഡ്വൈസ് നൽകേണ്ടത്, അത് ചെയ്യേണ്ട വകുപ്പ് സ്വയംഭരണ സ്വഭാവമുള്ള വകുപ്പാണ് നിയമവകുപ്പ്. ഇതാണ് 2 പ്രധാന വകുപ്പുകൾ. പിന്നെ പൊതുഭരണം. ഇത് 3ഉം ഒന്നിച്ച് കയ്യിൽ വയ്ക്കുമ്പോൾ അപകടമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. തുറമുഖം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്നു. തുറമുഖം എടുക്കുമ്പോൾ തുറമുഖത്തിന്റെ അധിക ബാധ്യത കരാറിനകത്ത് നിയമപരമായി നിൽക്കുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. ധനപരമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം തന്നെ നിയോഗിക്കുന്നു. ഇതാണ് ഒരു ക്രോസ് ചെക്കിംഗ് മെക്കാനിസം ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാഥമികമായ പാഠം എന്ന നിലയിലാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മുഖ്യമന്ത്രി VD സതീശനുള്ള മറുപടി നൽകുകയായിരുന്നു CPM നേതാവ് P രാജീവ്. പിന്നെ വകുപ്പുകൾ കയ്യിൽ വെക്കുന്നതിനെ കുറിച്ചും അതിൽ വിമർശിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നു.